പ്രൊജക്റ്റ് ടൈഗർ. പ്രൊജക്റ്റ് എന്നാൽ പദ്ധതി എന്നാണ്. ഒരു ടൈഗറിനെ സിനിമയിൽ അഭിനയിപ്പിക്കാനുള്ള പദ്ധതിയെക്കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്ററാണിത്. ഇതൊരു ലേഖനമാണ്. ആദ്യം നമുക്ക് രചയിതാവിനെ പരിചയപ്പെടാം. സത്യജിത് റേ. 1921 to 1992, 1921 മുതൽ 1992 വരെ ജീവിച്ച സത്യജിത് റേ വാസ് ആൻ ഇന്ത്യൻ ഫിൽം മേക്കർ. ഇന്ത്യൻ സിനിമ നിർമ്മാതാവായിരുന്നു. റേ വാസ് ഡ്രോൺ ഇൻ ടു ഇൻഡിപെൻഡൻറ്റ് ഫിൽം മേക്കിംഗ്. സ്വതന്ത്രമായ സിനിമാ നിർമ്മാണത്തിലേക്ക് റേ ആകർഷിക്കപ്പെട്ടു. ആഫ്റ്റർ മീറ്റിംഗ്, കണ്ടുമുട്ടിയതിന് ശേഷം, ഫ്രഞ്ച് ഫിൽം മേക്കർ ഷോൺ റെനോ, ഫ്രഞ്ച് സിനിമാ നിർമ്മാതാവായ ഷോൺ റെനോവിനെ, ആൻഡ് വ്യൂയിങ് വിറ്റോറിയോ ഡി സിക്കാസ്, ഇറ്റാലിയൻ നിയോ റിയലിസ്റ്റ് 1948 ഫിലിം ബൈസിക്കിൾ തീവ്സ്. ഇറ്റലിക്കാരനായ വിറ്റോറിയോ ഡി സിക്കയുടെ നിയോ റിയലിസ്റ്റ് സിനിമയായ 1948 പുറത്തു വന്ന ബൈസിക്കിൾ തീവ്സ് എന്ന സിനിമ കണ്ടതിനും ശേഷമാണ്. നിയോ റിയലിസ്റ്റ് എന്നാൽ റിയൽ ലൈഫിൽ, അതായത് യഥാർത്ഥ ജീവിതത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള സിനിമകളാണ് നിയോ റിയലിസ്റ്റ് സിനിമകളെന്ന് പറയുന്നത്. റേ ഡയറക്റ്റഡ് 36 ഫിലിംസ്. റേ 36 സിനിമകൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻക്ലൂഡിങ് ഫീച്ചർ ഫിലിംസ്, ഡോക്യുമെൻ്ററീസ് ആൻഡ് ഷോർട്ട് ഫിലിംസ്. ഇതൊക്കെ ഈ 36 ഉൾക്കൊള്ളുന്നുണ്ട്. ഹി വാസ് ഓൾസോ എ ഫിക്ഷൻ റൈറ്റർ, പബ്ലിഷർ, ഇല്ലുസ്ട്രേറ്റർ, കാലിഗ്രഫർ, മ്യൂസിക് കമ്പോസർ ആൻഡ് ഫിലിം ക്രിറ്റിക്. അദ്ദേഹം വ്യത്യസ്ത മേഖലകളിൽ കൈ വച്ചിട്ടുള്ള ആളാണ്. എഴുത്തുകാരനാണ്, പബ്ലിഷ് ചെയ്യുന്ന പ്രസാധകനാണ്, വരയ്ക്കുന്ന ആളാണ്, കാലിഗ്രഫറാണ്, അതുപോലെ സംഗീത രചയിതാവാണ്, സിനിമ നിരൂപകനാണ്. ഹി ഹാസ് ഓൾസോ ഓതേർഡ് സെവറൽ ഷോർട്ട് സ്റ്റോറീസ് ആൻഡ് നോവൽസ്. ഒരുപാട് ഷോർട്ട് സ്റ്റോറീസും ചെറുകഥകളും നോവലുകളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഇനി ചാപ്റ്ററിലേക്ക് വരാം. നോ വൺ ക്യാൻ ബീറ്റ് ഹോളിവുഡ് വെൻ ഇറ്റ് കംസ് ടു മേക്കിംഗ് ഫിൽംസ് വിത്ത് ആനിമൽസ് ഇൻ ദം. ഐ റിമെമ്പർ ഫിൽംസ് ഇൻ മൈ ചൈൽഡ്ഹുഡ് ആൻഡ് ദർ were quite a few of them that had an Alsatian called Rin Tin Tin. These dogs' acting was more impressive than humans. Later we got to see 3 or 4 other films with a collie called Lassie. It seemed that the director could make Lassie do just about anything. These trained dogs were famous stars in their own rights, and the money they earned was no less than what a real film star got. Their owners could easily make as much as 100,000 rupees from just one film. I realized how reverently these animal actors were treated when I happened to see the shooting of a film 20 years ago in Disney Studio in Hollywood. The main character in this film was a large dog. I reached the studio to find that the shooting had not yet started. No one can beat. ഒരാൾക്കും പരാജയപ്പെടുത്താൻ സാധിക്കില്ല ഹോളിവുഡിനെ when it comes to making
films with animals in them. മൃഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള സിനിമ നിർമ്മിക്കുന്നതിൽ ഹോളിവുഡിനെ പരാജയപ്പെടുത്താൻ മറ്റാർക്കും സാധിക്കില്ല. ഐ റിമെമ്പർ, ഞാൻ ഓർക്കുന്നു, ഫിലിംസ്, സിനിമകൾ ഇൻ മൈ ചൈൽഡ്ഹുഡ്, എൻ്റെ കുട്ടിക്കാലത്ത്. ആൻഡ് ദർ വർ ക്വയറ്റ് എ ഫ്യൂ ഓഫ് ദം, ചില സിനിമകൾ, മൃഗങ്ങളുള്ള ചില സിനിമകൾ അന്ന് ഉണ്ടായിരുന്നു. ദാറ്റ് ഹാഡ് ആൻ അൽസേഷൻ കോൾഡ് റിൻ ടിൻ ടിൻ. റിൻ ടിൻ ടിൻ എന്ന അൽസേഷൻ ഇനത്തിൽപ്പെട്ട ഒരു നായ ഉണ്ടായിരുന്നു അന്ന് എൻ്റെ ചെറുപ്പകാലത്ത്. ദീസ് ഡോഗ്സ് ആക്ടിങ് വാസ്, ഈ നായയുടെ അഭിനയമായിരുന്നു മോർ ഇംപ്രസീവ്, കൂടുതൽ മതിപ്പുണ്ടാക്കുന്നതായിരുന്നു ദാൻ എ ഹ്യൂമൻസ്, ഒരു മനുഷ്യൻ്റെ അഭിനയത്തേക്കാൾ. ലേറ്റർ, പിന്നീട്, വി ഗോട്ട് ടു സീ 3 or 4 അതർ ഫിലിംസ്, പിന്നീട് 3 or 4 മറ്റു സിനിമകളും നമ്മൾ കണ്ടു. വിത്ത് എ കൊളി കോൾഡ് ലാസി, ലാസി എന്ന് വിളിക്കുന്ന കൊളി ഇനത്തിൽപ്പെട്ട ഒരു നായയെ വെച്ചുള്ള സിനിമ. ഇറ്റ് സീംഡ് ദാറ്റ് ദ ഡയറക്ടർ കുഡ് മേക്ക്, തോന്നിച്ചു, അതായത് ഡയറക്ടർക്ക് ചെയ്യാൻ പറ്റി എന്ന് തോന്നിച്ചു. ആരെക്കൊണ്ട് ചെയ്യാൻ പറ്റി? മേക്ക് ലാസി ഡു ജസ്റ്റ് അബൌട്ട് എനിത്തിങ്, ലാസിയെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യിക്കാൻ ഡയറക്ടർക്ക് സാധിച്ചു എന്ന് ഈ സിനിമകൾ കാണുമ്പം തോന്നി. ദീസ് ട്രെയിൻ ഡോഗ്സ് വേർ, ഈ ട്രെയിനിങ് ലഭിക്കപ്പെട്ട നായകൾ, വേർ ഫേമസ് സ്റ്റാർസ്, അവർ പ്രശസ്തരായ സിനിമ സ്റ്റാറുകളായിരുന്നു. ഇൻ ദെയർ ഓൺ റൈറ്റ്സ്, അവരുടേതായ പ്രവർത്തനങ്ങളിൽ. ആൻഡ് ദ മണി ദേ ഏൺഡ്, അവർ സമ്പാദിച്ച പൈസ, വാസ് നോ ലെസ്, കുറവായിരുന്നില്ല, ദെൻ വാട്ട് എ റിയൽ ഫിലിം സ്റ്റാർ ഗോട്ട്, ശരിക്കും യഥാർത്ഥത്തിലുള്ള ഒരു സിനിമാ സ്റ്റാറിന് ലഭിക്കുന്നതിൽ നിന്നും കുറവായിരുന്നില്ല. ദെയർ ഓണേഴ്സ്, അവരുടെ ഓണേഴ്സിന്, അവരുടെ മുതലാളിമാർക്ക്, കുഡ് ഈസിലി മേക്ക്, വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റി, as much as 100,000 rupees, ലക്ഷക്കണക്കിന് പൈസകൾ, ഫ്രം ജസ്റ്റ് വൺ ഫിലിം, ഒരു സിനിമയിൽ നിന്ന് തന്നെ. ഐ റിയലൈസ്ഡ്, ഞാൻ തിരിച്ചറിഞ്ഞു, ഹൗ റെവറൻലി, എത്രമാത്രം ബഹുമാനത്തോടു കൂടിയാണ്, ദീസ് ആനിമൽ ആക്ടേഴ്സ്, ഈ മൃഗ അഭിനേതാക്കൾ, വേർ ട്രീറ്റഡ്, അവർ ട്രീറ്റ് ചെയ്യപ്പെട്ടത്. വെൻ ഐ ഹാപ്പൻ ടു സീ, ഞാൻ കാണാനിടയായപ്പോൾ, ദ ഷൂട്ടിംഗ് ഓഫ് എ ഫിലിം 20 years ago, 20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നത്. എവിടെ വെച്ച്? ഇൻ ഡിസ്നി സ്റ്റുഡിയോ ഇൻ ഹോളിവുഡ്, ഹോളിവുഡിലെ ഡിസ്നി സ്റ്റുഡിയോയിൽ വെച്ച്. ട്രീറ്റ് എന്നാൽ പെരുമാറുക എന്നാണ് അർത്ഥം. ദ മെയിൻ ക്യാരക്ടർ ഇൻ ദീസ് ഫിലിം, ഈ സിനിമയിലെ മെയിൻ കഥാപാത്രം, വാസ് എ ലാർജ് ഡോഗ്, ഒരു വലിയ നായയായിരുന്നു. ഐ റീച്ച്ഡ് ദ സ്റ്റുഡിയോ ടു ഫൈൻഡ് ദാറ്റ് ദ ഷൂട്ടിംഗ് ഹാഡ് നോട്ട് യെറ്റ് സ്റ്റാർട്ടഡ്, ഞാൻ സ്റ്റുഡിയോയിൽ എത്തുമ്പോൾ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ദ ക്യാമറാമാൻ വാസ് ഗെറ്റിംഗ് ദ ലൈറ്റ്സ് റെഡി. ഇറ്റ് ഈസ് കസ്റ്റമറി for actors to be present when the lights are arranged, for they have to show the cameraman how they will walk or where they will stand in a particular shot. In the case of very famous stars, this job is done by their stand-ins. A stand-in is usually a person who is physically similar to the real star. The stars themselves arrive only when the lights are ready and it is time to take a shot. The cameraman was getting the lights ready. ക്യാമറാമാൻ ലൈറ്റൊക്കെ റെഡിയാക്കുമായിരുന്നു. ഇറ്റ് ഈസ് കസ്റ്റമറി, പതിവുള്ളതാണ്, ഫോർ ആക്ടേഴ്സ്, അഭിനേതാക്കൾക്ക്, ടു ബി പ്രസൻ്റ് ആവുക എന്നത്, വെൻ ദ ലൈറ്റ്സ് ആർ അറേഞ്ച്ഡ്, ലൈറ്റ്സ് എല്ലാം
അറേഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ. അതിനുള്ള കാരണം ഫോർ ദ ഹാവ് ടു ഷോ, അവർക്ക് കാണിക്കേണ്ടതുണ്ട് ദ ക്യാമറാമാനെ ഹൗ ദേ വിൽ വോക്ക്, അവർ എങ്ങനെയൊക്കെ നടക്കും, ഓർ വേർ ദേ വിൽ സ്റ്റാൻഡ്, അവർ എവിടെ നിൽക്കും, ഇൻ എ പെർട്ടിക്കുലർ ഷോട്ട്, ഒരു പ്രത്യേക ഷോട്ടിൽ അവർ എവിടെയൊക്കെ നിൽക്കും നടക്കും എന്നൊക്കെ കാണിക്കേണ്ടതുണ്ട്. ഇൻ ദ കേസ് ഓഫ് വെരി ഫേമസ് സ്റ്റാർസ്, എന്നാൽ വളരെ ഫേമസ് ആയ സിനിമാ താരങ്ങളുടെ കേസിൽ ദിസ് ജോബ് ഈസ് ഡൺ, ഈ പ്രവൃത്തി ചെയ്യപ്പെടുന്നു ബൈ ദെയർ സ്റ്റാൻഡിൻസ്, അവരുടെ പകരക്കാർ. സ്റ്റാൻഡിൻ എന്നാൽ അവർക്ക് പകരം നിൽക്കുന്ന ആൾ, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എ സ്റ്റാൻഡിൻ ഈസ്, ഒരു സ്റ്റാൻഡിൻ ആകുന്നു യൂഷ്വലി സാധാരണ എ പേഴ്സൺ, ഒരു വ്യക്തിയാണ്, ഹു ഈസ് ഫിസിക്കലി സിമിലർ, അയാൾ ശാരീരികമായി സിമിലറാണ്, തുല്യനാണ്, ഒരുപോലെ തോന്നിക്കുന്ന ആളാണ്, ടു ദ റിയൽ സ്റ്റാർ, യഥാർത്ഥത്തിലുള്ള ആ സിനിമ താരത്തെ പോലെ. ദ സ്റ്റാർസ് ദംസെൽവ്സ് അറൈവ്, സിനിമ സ്റ്റാറുകൾ എത്തുന്നു, ഓൺലി വെൻ ലൈറ്റ്സ് ആർ റെഡി, ലൈറ്റ്സൊക്കെ റെഡിയായ ശേഷം. ആൻഡ് ഇറ്റ് ഈസ് ടൈം ടു ടേക്ക് എ ഷോട്ട് എടുക്കാനുള്ള സമയമാകുമ്പോഴാണ് സിനിമ സ്റ്റാറുകൾ എത്തുന്നത്. അതുവരെ അവരുടെ ജോലികൾ ചെയ്യുന്ന ആളുകളാണ് സ്റ്റാൻഡിൻസ്. ഹിയർ ഇൻ ഡിസ്നി സ്റ്റുഡിയോ ഐ നോട്ടീസ്ഡ് ദാറ്റ് എ ഫ്യൂ ആക്ടേഴ്സ് were moving about in the set, and on one side standing quietly was the protagonist, the same large dog. The cameraman shouted to everyone to take their positions, but the dog remained where it was. This puzzled me. Could it be that it was not required in the next shot? Before I could ask someone, a strange thing happened. From nowhere appeared a little dwarf, followed by another man carrying a hairy dog skin. Then, to my perfect amazement, the dwarf went down on all the fours on a chalk mark on the floor, just like an animal, and the dog skin was draped over him. Then he crawled from one mark to another, and the cameraman got busy with the lights. It finally dawned upon me that this dwarf was paid to be the dog's stand-in. ഹിയർ ഇൻ ഡിസ്നി സ്റ്റുഡിയോ, ഇവിടെ ഡിസ്നി സ്റ്റുഡിയോയിൽ ഐ നോട്ടീസ്ഡ് ദാറ്റ്, ഞാൻ ശ്രദ്ധിച്ചു, എ ഫ്യൂ ആക്ടേഴ്സ് വെർ മൂവിങ് അബൌട്ട് ഇൻ ദ സെറ്റ്, കുറച്ച് നടന്മാർ സിനിമാ സെറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്. ആൻഡ് ഓൺ വൺ സൈഡ് സ്റ്റാൻഡിങ് ക്വയറ്റ്ലി വാസ് ദ പ്രൊട്ടാഗണിസ്റ്റ്, ദ സെയിം ലാർജ് ഡോഗ്, ഒരു ഭാഗത്ത് വളരെ ശാന്തനായി നായകൻ, ആ വലിയ നായ നിൽക്കുന്നുമുണ്ട്. ദ ക്യാമറാമാൻ ഷൗട്ടഡ് ടു എവരി വൺ ടു ടേക്ക് ദെയർ പൊസിഷൻസ്, ക്യാമറാമാൻ എല്ലാവരോടും അട്ടഹസിച്ചു ഉറക്കെ പറഞ്ഞു അവരുടെ യഥാർത്ഥ സ്ഥാനങ്ങളിൽ നിൽക്കാൻ വേണ്ടി. ബട്ട് പക്ഷേ ദ ഡോഗ് റിമെയിൻഡ്, ആ നായ അവശേഷിച്ചു, വേർ ഇറ്റ് വാസ്, അത് എവിടെയായിരുന്നോ ഉള്ളത് അവിടെ തന്നെ അവശേഷിച്ചു, അതായത് അവിടെ നിന്നും അനങ്ങിയില്ല. ദിസ് പസിൽഡ് മീ, ഇത് എന്നെ അമ്പരപ്പിച്ചു, അത്ഭുതപ്പെടുത്തി. കുഡ് ഇറ്റ് ബി ദാറ്റ് ഇറ്റ് വാസ് നോട്ട് റിക്വയർഡ് ഇൻ ദ നെക്സ്റ്റ് ഷോട്ട്, ഇനി അതിനെ അടുത്ത ഷോട്ട് എടുക്കുമ്പോൾ ആവശ്യമില്ലാതിരുന്നിട്ടാണോ അതങ്ങനെ തന്നെ അവിടെ നിൽക്കുന്നത്? ബിഫോർ ഐ കുഡ് ആസ്ക് സംവൺ, ഞാൻ ആരോടെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ്, എ സ്ട്രേഞ്ച് തിങ് ഹാപ്പൻഡ്, ഒരു അപൂർവമായ സംഭവം ഉണ്ടായി. ഫ്രം നോവേർ, എവിടെ നിന്നോ, അപ്പിയേർഡ്, പ്രത്യക്ഷപ്പെട്ടു, എ ലിറ്റിൽ ഡ്വാഫ്, ഒരു ചെറിയ കുള്ളൻ, അതായത് ഹൈറ്റ് ഇല്ലാത്ത ഒരാൾ, ഫോളോഡ് ബൈ അനദർ മാൻ, അദ്ദേഹത്തിൻ്റെ പിന്നാലെ മറ്റൊരാളും വന്നിട്ടുണ്ട്, ക്യാരിയിങ് എ ഹെയറി ഡോഗ് സ്കിൻ, നല്ല രോമമുള്ള നായയുടെ തൊലി ചുമന്നുകൊണ്ട്. ദെൻ ടു മൈ പെർഫെക്റ്റ് അമേസ്മെൻറ്റ്, എന്നെ
അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ദ ഡോഫ് ആ കുള്ളൻ വെൻ ഡൗൺ ഓൺ ഓൾ ദ ഫോഴ്സ് 4 കാലിൽ നിന്നു, അതായത് 2 കൈയും 2 കാലും കുത്തി നിന്നു. ഓൺ എ ചാക്ക് മാർക്ക് ചോക്ക് കൊണ്ടുള്ള അടയാളത്തിൻ്റെ മേൽ. ഓൺ ദ ഫ്ലോർ നിലത്ത്. ജസ്റ്റ് ലൈക്ക് ആൻ ആനിമൽ ഒരു മൃഗത്തെ പോലെ. ആൻഡ് ദ ഡോഗ് സ്കിൻ വാസ് ഡ്രൈപ്ഡ് ആ നായുടെ തൊലി പൊതിഞ്ഞു. ഓവർ ഹിം അവൻ്റെ മുകളിൽ അത് കവർ ചെയ്യപ്പെട്ടു, പൊതിയപ്പെട്ടു. ദെൻ എന്നിട്ട് ഹി ക്രോൾഡ് അവൻ ഇഴഞ്ഞു. ഫ്രം വൺ മാർക്ക് ടു അനദർ ഒരു അടയാളത്തിൽ നിന്ന് മറ്റൊരു അടയാളത്തിലേക്ക്. ആൻഡ് ദ ക്യാമറാമാൻ ഗോട്ട് ബിസി വിത്ത് ദ ലൈറ്റ്സ് ക്യാമറാമാൻ ലൈറ്റുകളുമായി തിരക്ക് പിടിച്ചവനായി. ഇറ്റ് ഫൈനലി ഡോൺ അപ്പോൺ മീ അവസാനം എനിക്ക് തോന്നി ദാറ്റ് ദീസ് ഡോഫ് വാസ് പെയ്ഡ് ഈ കുള്ളന് പേ ചെയ്യപ്പെടുന്നു, പൈസ കൊടുക്കപ്പെടുന്നു. ടു ബി ദ ഡോഗ് സ്റ്റാൻഡിൻ ആ നായയുടെ സ്റ്റാൻഡിനായിട്ട്, പകരക്കാരനായിട്ട്. എവരി ആനിമൽ ഇൻ എ ഹോളിവുഡ് ഫിലിം ഈസ് വെൽ ട്രെയിൻഡ്. It is not difficult to train a horse or a dog, but have you ever heard of trained ravens? Not just 1 or 2, but nearly 100 of them. Even this was made possible in Hollywood when the creator of some of the best suspense films in the history of cinema, Alfred Hitchcock, decided to make a film called Birds. In the story, birds from all over the world start attacking humans. Hitchcock needed a variety of birds, but what was required in the largest number was ravens. Notices were placed in the press all over the United States, asking people to contact the filmmaker if they knew how to get hold of trained ravens. Someone replied within a few days. He was asked to bring his birds, and he arrived with almost 100 trained ravens. Admittedly, their training had not gone very bad. That is to say, they could not do anything that might be seen as extraordinary, but if as many as 50 ravens are told to perch quietly in a row on a specified spot, and if they obey this command instantly, isn't that pretty impressive? Every animal ഇൻ എ ഹോളിവുഡ് ഫിലിം ഹോളിവുഡ് സിനിമയിലെ ഓരോ മൃഗവും ഈസ് വെൽ ട്രെയിൻഡ് നന്നായി ട്രെയിനിങ് ലഭിച്ചവയാണ്. ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൾട്ട് പ്രയാസമില്ല ടു ട്രെയിൻ എ ഹോഴ്സ് ഓർ എ ഡോഗ് ഒരു നായയെയോ കുതിരയെയോ ട്രെയിൻ ചെയ്യാൻ. ബട്ട് ഹാവ് യു എവർ ഹേർഡ് ഓഫ് ട്രെയിൻഡ് റൈവൻസ് നിങ്ങൾ എപ്പോഴെങ്കിലും ട്രെയിനിങ് ലഭിക്കപ്പെട്ട കാക്കകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നോട്ട് ജസ്റ്റ് 1 or 2 ഒന്നോ രണ്ടോ അല്ല, ബട്ട് നിയർലി 100 ഓഫ് ദം ഏകദേശം 100 കണക്കിന് കാക്കകൾ. ഈവൻ ദിസ് വാസ് മെയ്ഡ് പോസിബിൾ ഇതും സാധ്യമാക്കിയിട്ടുണ്ട് ഇൻ ഹോളിവുഡ് സിനിമയിൽ. വെൻ ദ ക്രിയേറ്റർ ഓഫ് സം ഓഫ് ദ ബെസ്റ്റ് സസ്പെൻസ് ഫിലിംസ് ഒരുപാട് സസ്പെൻസ് സിനിമകൾ നിർമ്മിച്ച സസ്പെൻസ് എന്നാൽ ആകാംക്ഷ നിറഞ്ഞ ഫിലിമുകൾ ഇൻ ദ ഹിസ്റ്ററി ഓഫ് സിനിമ ചരിത്രത്തിൽ ആൽഫ്രഡ് ഹിച്ച്കോക്ക് അയാളെ പേരാണ് അത്തരം സിനിമകൾ നിർമ്മിച്ച ആളെ പേരാണ് ആൽഫ്രഡ് ഹിച്ച്കോക്ക് ഡിസൈഡഡ് ടു മേക്ക് എ ഫിലിം കോൾഡ് ബേർഡ്സ് എന്ന് വിളിക്കുന്ന ഒരു സിനിമ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇൻ ദ സ്റ്റോറി ആ കഥയിൽ ബേർഡ്സ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള പക്ഷികൾ സ്റ്റാർട്ട് അറ്റാക്കിംഗ് ഹ്യൂമൻസ് മനുഷ്യരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു, ആക്രമിക്കാൻ തുടങ്ങുന്നു.
ഹിച്ച്കോക്ക് നീഡഡ് എ വെറൈറ്റി ഓഫ് ബേർഡ്സ്. ഹിച്ച്കോക്കിന് വ്യത്യസ്ത തരം പക്ഷികളെ ആവശ്യമായി. ബട്ട് വാട്ട് വാസ് റിക്വയർഡ് ഇൻ ദ ലാർജസ്റ്റ് നമ്പർ വാസ് റൈവൺസ്. ഒരുപാട് ആവശ്യമായത് കാക്കകളെയായിരുന്നു. നോട്ടീസസ് വേർ പ്ലേസ്ഡ്. നോട്ടീസുകൾ വെച്ചു ഇൻ ദ പ്രസ്, പത്രങ്ങളിൽ, ഓൾ ഓവർ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അമേരിക്കയിൽ മുഴുവനായും. ആസ്കിംഗ് പീപ്പിൾ, ആളുകളോട് ആവശ്യപ്പെട്ടുകൊണ്ട്, ടു കോണ്ടാക്ട് ദ ഫിലിം മേക്കർ, സിനിമ നിർമ്മാതാവിനെ കോണ്ടാക്റ്റ് ചെയ്യാൻ, ഇഫ് ദേ ന്യൂ, അവർക്കറിയുമെങ്കിൽ, ഹൗ ടു ഗെറ്റ് ഹോൾഡ് ഓഫ് ട്രെയിൻഡ് റേവൻസ്, എങ്ങനെ ട്രെയിനിങ് ലഭിച്ച കാക്കകളെ കൺട്രോൾ ചെയ്യാമെന്ന്, നിയന്ത്രിക്കാമെന്ന്. സംവൺ റിപ്ലൈഡ്, ആരോ മറുപടി കൊടുത്തു. വിത്തിൻ എ ഫ്യൂ ഡേയ്സ്, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ. ഹി വാസ് ആസ്ക്ഡ് ടു ബ്രിങ് ഹിസ് ബേർഡ്സ്, അവനോട് അവൻ്റെ പക്ഷികളെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ആൻഡ് ഹി അറൈവ്ഡ്, അവൻ എത്തി. വിത്ത് ഓൾമോസ്റ്റ് 100 ട്രെയിൻഡ് റേവൻസ്, നൂറുകണക്കിന് ട്രെയിനിങ് ലഭിക്കപ്പെട്ട കാക്കകളുമായിട്ട്. അഡ്മിറ്റഡ്ലി, തീർച്ചയായും, ദയർ ട്രെയിനിങ് ഹാഡ് നോട്ട് ഗോൺ വെരി ബാഡ്, അവരുടെ ട്രെയിനിങ് വളരെ മോശമായിരുന്നില്ല. ദാറ്റ് ഈസ് ടു സേ, അങ്ങനെ പറയാനുള്ള കാരണം, ദേ കുഡ് നോട്ട് ഡു എനിത്തിങ്, അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ദാറ്റ് മൈറ്റ് ബി സീൻ ആസ് എക്സ്ട്രാ ഓർഡിനറി, അസാധാരണമായതായി തോന്നിപ്പിക്കുന്ന ഒന്നും. ബട്ട് ഇഫ് ആസ് മെനി ആസ് 50 റൈവൻസ് ആർ ടോൾഡ്, ഒരു 50ഓളം കാക്കകളോട് പറയപ്പെട്ടാൽ, ടു പേഴ്സ് ക്വയറ്റ്ലി ഇൻ എ റോ ഓൺ എ സ്പെസിഫൈഡ് സ്പോട്ട്, നിർദ്ദേശിക്കപ്പെട്ട സ്ഥലത്ത് വരിയായി ഇരിക്കാൻ. പേഴ്സ് എന്നാൽ ഇരിക്കുക എന്നാണ്, കൊമ്പിലിരിക്കുക. ആൻഡ് ഇഫ് ദേ ഒബേ ദിസ് കമാൻഡ്, അവർ ഈ ആജ്ഞ അനുസരിക്കുകയാണെങ്കിൽ, ഇൻസ്റ്റൻ്റ്ലി, ഉടനെ. ഈസ് ഇൻ ദാറ്റ് പ്രെറ്റി ഇംപ്രസീവ്, അത് വളരെ മതിപ്പുളവാക്കുന്നതല്ലേ.